ഹലോ, വെൽക്കം ബാക്ക് ടു നിക്കൂസ് വേൾ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ നിൽക്കും കൂടെ മഴ കാണാൻ വേണ്ടി വന്ന് നിൽക്കുവാണ് കേട്ടോ. നല്ല ഹെവി മഴ രാവിലെ തൊട്ടിങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. ഇന്നലെ രാത്രി തൊട്ടേ തുടങ്ങിയ മഴ തന്നെയാണ് കേട്ടോ. എല്ലായിടത്തും മഴയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വീടിനകത്തിരുന്ന് ഈ മഴയൊക്കെ കാണാനും ആസ്വദിക്കാനും ഒക്കെ നല്ല രസമാണല്ലേ. പക്ഷേ ആ ന്യൂസ് ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. ഒരു മഴ പെയ്യുമ്പോൾ തന്നെ എന്തോരം മരണങ്ങളാണെന്നറിയുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും എനിക്കിപ്പോൾ മഴ പെയ്യുമ്പോഴത്തേനും തന്നെ ഭയങ്കര പേടിയും ഒക്കെയാണ്. എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് വീട്ടിൽ നിന്ന് നന്നായിട്ട് ആസ്വദിക്കാം. മഴയൊക്കെ കാണുമ്പോൾ നല്ലൊരു പ്രത്യേക വൈബും വീട്ടിലിരിക്കുമ്പോൾ നല്ല സുഖമാണ്. പക്ഷേ അയ്യോ, ഈ മഴ കാരണം എന്തൊക്കെയാണ് മരം വീണും മതിലിടിഞ്ഞും ഒക്കെ ഓരോരുത്തരും മരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നല്ല രസമാണ്. നമ്മുടെ ജനൽ കൂടെ നല്ല ഭംഗിയാണ്. മഴയൊക്കെ പെയ്യുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വീട്ടിനകത്തിരുന്ന് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഒരുപാട് പേര് കഷ്ടമൊക്കെ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. ഈ മഴയത്ത് ഭയങ്കരമായിട്ട് ഒരുപാട് മരണങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നിപ്പു ഇവിടെ ഇങ്ങനെ പിണങ്ങിയിരിക്കുവാണ്. അവൾക്ക് കുട്ടപ്പൻ വെച്ച് കൊടുത്തില്ല എന്ന്, അതായത് ടാബിൽ അവൾക്ക് കാർട്ടൂൺ വെച്ച് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പിണങ്ങിയിരിക്കുവാണ്. അപ്പോൾ ടാബ് എടുത്ത് ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരു ഇടി വെട്ടി. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടോണ്ട് ഇങ്ങനെ ശ്രദ്ധിക്കുവാണ് കേട്ടോ. ഇടി വെട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത് ഞാൻ നമ്മൾ ട്രൈപ്പോഡൊക്കെ സെറ്റ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴത്തേനും ഒന്നിനും സമ്മതിക്കുന്നില്ല കേട്ടോ. ആ ട്രൈപ്പോഡൊക്കെ വലിച്ചെടുക്കുകയാണ് അവൾ. ഒരു നിവൃത്തിയില്ല, എല്ലാം വലിച്ചെടുക്കുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ട്രൈപ്പോഡെല്ലാം സെറ്റ് ചെയ്യും, അവൾ അതിന് കുലുക്കി ഫോണിനെ താഴെ ഇടും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. അവൾ എന്നിട്ട് അവിടെ വന്നിട്ട് ഹായ് ഹോയ് എന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് അതിനെ ട്രൈപ്പോഡിനെ കുലുക്കി താഴെ ഇട്ടക്കും, മൊബൈൽ താഴെ ഇടക്കും. അങ്ങനെ ഒരു വിധത്തിൽ സെറ്റ് ചെയ്ത് ഞാനൊന്ന് ജസ്റ്റ് മുടിയൊക്കെ കെട്ടിയിട്ട് എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്യാമല്ലോ, ഇത്രയും വൃത്തിയിലൊക്കെ നിൽക്കാൻ നേരത്തെ അവൾ കാണാണ്ട് ലിപ്സ്റ്റിക് ഇടുകയാണ് കേട്ടോ. എനിക്ക് കണ്ട സീനാണ് കേട്ടോ. അതുകൊണ്ട് പക്ഷേ അവൾ കണ്ടുപിടിച്ച്, ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് അവൾ കണ്ടുപിടിച്ച് അവൾക്ക് ലിപ്സ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുവാണ് കേട്ടോ. ഇപ്പോൾ ഭയങ്കര ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുങ്ങാൻ മീൻസ് ഞാൻ ഒരുക്കി കൊടുക്കാനല്ല, അവൾക്ക് തനിയെ ഒരുങ്ങാനായിട്ട് പൊട്ടും ലിപ്സ്റ്റിക്കും ഒക്കെ ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ നമ്മൾ ചെയ്യുന്ന മുതിർന്നവർ ചെയ്യുന്ന കണ്ടിട്ടാണ് എല്ലാവരും അനുകരിക്കുന്നത്. അപ്പോൾ ലിപ്സ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞത് വീണ്ടും വരുവാണ്. അപ്പം അവളുടെ കയ്യിൽ ഈ കൺമഷിയൊക്കെ എടുത്തു കൊടുത്താൽ അവൾ അവളുടേതായ രീതിയിൽ മേക്കപ്പ് ചെയ്ത് മൊത്തം കുളമാക്കും. അപ്പം അതിനാണ് അവൾക്ക് ഇഷ്ടം. അല്ലാതെ ഞാൻ തലമുടി കെട്ടിക്കൊടുക്കാനോ പൊട്ടിടാനോ ഒക്കെ ഇരുത്തിയാൽ ഭയങ്കര ബഹളമാണ്. അവൾക്ക് ഇതെല്ലാം മേക്കപ്പ് സ്വയം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നിക്കുവിനെ ഞാൻ അവിടെ നിർത്തിയിട്ട് ഞാൻ കുറേ ഡ്രസ്സുകളുണ്ടായിരുന്നു കേട്ടോ മടക്കി വയ്ക്കാനായിട്ട്, ഒരുപാട് ഡ്രസ്സുകൾ. അപ്പോൾ ചേട്ടനില്ല കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ചേട്ടൻ ഓഫീസിൽ ആവശ്യമായിട്ട് പുറത്തു പോയിരിക്കുകയാണ്, എറണാകുളത്താണ്. അപ്പോൾ ഇനി ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടേ ആൾ വരുള്ളൂ. അപ്പോൾ അതിൻ്റെയും ഒരു വിഷമത്തിൽ ഒക്കെ അങ്ങനെ നിൽക്കുവാണ്. അപ്പം ഞാൻ വേറെ ഒന്നും ചെയ്യാനൊന്നും നിന്നില്ല. അപ്പോൾ ചേട്ടൻ ഇന്നലെ തലേദിവസം പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതിൽ ഞാൻ അവിടെ തുണി മടക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇന്ന് ഫുള്ള് തുണിയെല്ലാം മടക്കി, അപ്പോൾ കസേര നിറയെ തുണിയുണ്ട്, അതെല്ലാം മടക്കി നീറ്റാക്കി വെക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇല്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ഇല്ലാത്തതുകൊണ്ടൊരു വിഷമം, അറിയത്തില്ല. അല്ലെങ്കിൽ ചേട്ടൻ ഓഫീസ് കഴിഞ്ഞിട്ട് 8 മണിയാകുമ്പോഴത്തേനും വീട്ടിലെത്തുമല്ലോ. അപ്പോൾ രാത്രിയാണ് കുറച്ച് കൂടുതൽ ചേട്ടൻ്റെ ആബ്സെൻസ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര വിഷമം. അപ്പോൾ പിന്നെ എന്തായാലും ഇത് പോയല്ലേ പറ്റുള്ളൂ, ഓഫീസിലെ ആവശ്യങ്ങൾക്കും ഒക്കെ എന്തായാലും പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും എപ്പോഴും വീട്ടിൽ പിടിച്ച് വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആൾ പോയേക്കുവാണ്. അപ്പോൾ ഞാൻ എന്തായാലും വരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്നു. നമ്മുടെ ടാബ് എടുത്ത് ഒരു കാർട്ടൂൺ വെച്ച് കൊടുത്ത് ഇരുത്തിയേക്കുവാണ് കേട്ടോ. അവർക്ക് കാർട്ടൂണൊന്നും കാണാനല്ല, വെറുതെ അതിങ്ങനെ കുത്തി നോക്കാനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതെൻ്റെ പണ്ട് കുഞ്ഞിലത്തെ ഒരു ഫ്രോക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 8th സ്റ്റാൻഡേർഡിലെന്തോ പഠിച്ചപ്പോൾ ഉള്ള ഫ്രോക്ക്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഫ്രോക്കാണ്, നല്ല ഹെവി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അമ്മ നിർബന്ധിച്ചിട്ട് അമ്മ എപ്പോഴും അടികൂടി ഇടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു ഭംഗിയൊക്കെ ഉണ്ടാവും കാണാൻ. പക്ഷേ എനിക്കിഷ്ടമല്ല, കാരണം ഇത് ഭയങ്കര ഹെവി, ഫ്രണ്ടൊക്കെ ഭയങ്കര വർക്കൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല. സെയിം അതുപോലെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ മോളും. അവൾക്ക് ഹെവി ആയിട്ടുള്ള സംഭവങ്ങൾ, കുറച്ച് ഇറക്കമുള്ള സംഭവങ്ങളൊന്നും അവൾക്ക് ഇഷ്ടമല്ല. അപ്പം എന്നെ പോലെ തന്നെ സെയിം അവളും. അപ്പോൾ ഇത് ഞാൻ വെറുതെ ഒന്ന് എടുത്ത് നോക്കിയതാണ് കേട്ടോ അവിടെ. അപ്പോൾ ഒരു പാട്ട് അതിൽ വന്നപ്പോഴത്തേനും ഇന്ന് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ ഞാനും വെറുതെ ഒന്ന് അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാൻസൊക്കെ കളിച്ച് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഡ്രസ്സിൻ്റെ കാര്യം കേട്ടോ. അപ്പം അത്രയും ചെറുതിലത്തെ ആ ഡ്രസ്സ് ഞാൻ വെറുതെ എടുത്ത് വെച്ചേക്കണം കേട്ടോ. അത് കളയാനും തോന്നുന്നില്ല, ഒന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ നല്ല പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും സംഭവങ്ങളാണ് കേട്ടോ. അത് കീറ് പോലും ചെയ്തിട്ടില്ല ഇത്രയും ഇയേഴ്സായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ അതൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ഡ്രസ്സുകളൊക്കെ മടക്കി പുറത്ത് വെക്കാനുണ്ട്. അപ്പോൾ നിക്കുവിനെയും കൊണ്ട് ഈ ഏത് അലമാര തുറന്നാലും അതിനകത്ത് കയറി പോകലാണ് നിക്കുവിൻ്റെ മെയിൻ പരിപാടി കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിനകത്തു നിന്നുള്ള എല്ലാ സംഭവങ്ങളും വലിച്ച് പുറത്തിടുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടികളും. അപ്പോൾ ഞാൻ അടച്ചിട്ട് പോയതാണ്, വലിച്ച് തുറക്കാനൊക്കെ പഠിച്ചു. ഇത് കുഞ്ഞലമാര ആയതുകൊണ്ട് അവൾക്ക് എത്തും ഒക്കെ ചെയ്യും. അലമാരയിൽ നിന്നൊക്കെ ഓരോ തുണികളായിട്ട് പറക്കിയെടുത്തുകൊണ്ട് നടക്കും കേട്ടോ. അവളെക്കാലം വലിയ തുണികളും പറക്കിയെടുത്തുകൊണ്ട് നടക്കും. അപ്പോൾ ഇപ്പം ആ ഒരു വികൃതിയുടെ ആ ഒരു പീക്ക് ലെവലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ആൾ. അപ്പോൾ എന്താ പറയുക, നോക്കി ഒരു ബെഡ്ഷീറ്റ് എടുക്കുവാണ് കേട്ടോ. ബെഡ്ഷീറ്റ് എടുത്തിട്ട് നേരെ കൊണ്ടുപോകുന്നത് നമ്മുടെ ബെഡ്റൂമിലോട്ടാണ്. അവിടെ കൊണ്ട് വിരിച്ചിടാനാണ് പോകുന്നത്. നമ്മളൊക്കെ വിരിക്കുന്നതൊക്കെ കണ്ടിട്ട് അവളത് ഇപ്പം അനുകരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പം വലിയവർ ചെയ്യുന്നതൊക്കെ നോക്കി നല്ല ഒബ്സർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഭയങ്കര ഒബ്സർവേഷനാണ് ഇപ്പം. എല്ലാവരും എന്ത് ചെയ്യുന്നു അതൊക്കെ നോക്കി വെച്ചിട്ട് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യലാണ് ഇപ്പോൾ നിക്കുവിൻ്റെ മെയിൻ പരിപാടി. ഈ പ്രായത്തിലുള്ള എല്ലാ പിള്ളേരും അതായിരിക്കും കേട്ടോ. ഇപ്പോഴത്തെ മെയിൻ എന്ന് വെച്ചാൽ അവർ നമ്മൾ വലിയവർ ചെയ്യുന്നതൊക്കെ അനുകരിക്കുന്ന ഒരു പ്രായമാണ് ഇപ്പം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അത് തന്നെ അവർ ചെയ്യും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് വിരിക്കുന്നതൊക്കെ അവൾ കാണുന്നുണ്ട്. അപ്പോൾ അത് സെയിം അതുപോലെ വന്ന് ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ബെഡ്ഷീറ്റ് ഞാൻ മീഷോന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ മേടിച്ചതാണ് കേട്ടോ, നിക്കുവിൻ്റെ ഡെലിവറി ടൈമിൽ. അപ്പോൾ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ വന്ന് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും നിക്കുവിന് എന്തെങ്കിലും സ്നാക്സോ ഫ്രൂട്ട്സോ എന്തെങ്കിലും കൊടുക്കുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഞാനും എന്തെങ്കിലും കഴിക്കും. ചിലപ്പോൾ ഞാൻ പാലൊക്കെ കാച്ചി കുടിക്കും. ഇടയ്ക്ക് വെച്ച് ഭയങ്കര പഴങ്കഞ്ഞി കുടിക്കലായിരുന്നു കേട്ടോ. ഡെയിലി ഇങ്ങനെ ഈ ടൈമിൽ പഴങ്കഞ്ഞി കുടിക്കുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു മൺ കൊണ്ടുണ്ടാക്കിയ ബൗൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കിട്ടിയാലും ഞാൻ പഴങ്കഞ്ഞി കുടിക്കുകയുള്ളൂ എന്ന വാശിയിൽ അത് മേടിച്ചിട്ട് പഴങ്കഞ്ഞി കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എവിടെ നിന്ന് കുറച്ച് ദിവസം കുടിച്ചിട്ട് പിന്നെ എനിക്ക് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് പോയി, പിന്നെ കുടിക്കത്തില്ല. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ വെയിറ്റ് ഗെയിനൊക്കെ ഉണ്ടാവുമായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ കുടിച്ചില്ല, അതവിടെ അത് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ എന്തുവാ, ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ പാൽ കുടിക്കും, ചിലപ്പം സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കും. ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് ഹെൽത്ത് കോൺഷ്യസ് ആവും കേട്ടോ. അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ ചിലപ്പോൾ ഓട്സൊക്കെ കാച്ചി കുടിച്ചിട്ട് നിക്കുവിൻ്റെ നമ്മുടെ മറ്റേ നട്ട്സ് പൗഡറില്ലേ അതൊക്കെ കുറച്ചിട്ട് നല്ല ഡേറ്റ്സൊക്കെ ഇട്ട് കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കഴിക്കും. പിന്നെ പെട്ടെന്ന് എനിക്ക് എന്തോ നമ്മുടെ ഈ സ്നാക്സൊക്കെ കാണുമ്പോൾ എന്തായാലും എനിക്ക് മധുരത്തിനോട് ഭയങ്കര പ്രിയമാണ്. അപ്പോൾ അതുകൊണ്ട് സ്നാക്സ് കാണുമ്പോൾ ഞാൻ എന്തായാലും അതേ കഴിക്കുകയുള്ളൂ. ഹെൽത്തി ഫുഡൊക്കെ ഞാനങ്ങ് വിടും. അപ്പോൾ പാലൊക്കെ കുടിച്ച് ഇതൊക്കെ കഴിക്കും. ഇപ്പോൾ തന്നെ ബിസ്ക്കറ്റ് എടുത്തപ്പോൾ നമ്മുടെ നിക്കു വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുതിർന്നവർ ചെയ്യുന്നത് കണ്ടിട്ടല്ലേ അവരും പഠിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കുമ്പോഴത്തേനും അവൾ എന്തായാലും വാശി പിടിക്കും. പക്ഷെ ഞങ്ങൾക്കൊരു ഇത്തിരി ബ്രെഡ് ജാമൊന്നും ഞാൻ കൊടുക്കത്തില്ല കേട്ടോ, ജാമൊന്നും തീരെ കൊടുക്കത്തില്ല. അപ്പോൾ ബിസ്ക്കറ്റ് ഒരു പകുതി പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനെയും കൊടുത്ത് സമാധാനിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ ആൾ കുറച്ച് ഇവിടെ നിന്ന് ചോദിക്കും. ചോദിച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തീരെ ഒന്നും കൊടുക്കുന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ സങ്കടം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ മുന്നേ അങ്ങനെയായിരുന്നു, ഞാൻ ബിസ്ക്കറ്റോ ഒന്നും ഒരിത്തിരി പോലും കൊടുക്കത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് സങ്കടമില്ല. ഞാൻ കഴിക്കുമ്പോഴും അവൾക്കതിൻ്റെ ടേസ്റ്റ് അറിയത്തില്ല. അവൾ വന്ന് കരഞ്ഞാലും ഇത് തരത്തില്ല എന്ന് പറഞ്ഞങ്ങ് വിടും, അത്ര തന്നെ. പക്ഷെ ഇപ്പോൾ അവൾക്ക് കൊടുത്ത് ആ ടേസ്റ്റ് അവൾക്ക് അറിയാം. അപ്പോൾ എനിക്ക് ചോദിക്കുമ്പോൾ ഭയങ്കര വിഷമാവും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മൺപാത്രം പഴങ്കഞ്ഞി കുടിക്കാൻ മേടിച്ചില്ലേ. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഭയങ്കര കുടിക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അമ്മ നോക്കിയ നമ്മുടെ ചക്ക ഇങ്ങനെ വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സീസണായപ്പോൾ ഒരുപാട് ചക്ക അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ഇലയുടെയും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ബാക്കിയൊന്നും നമ്മളിങ്ങനെ വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇലയുടെ ഉണ്ടാക്കാനും പായസം വെക്കാനും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബിരിയാണി റൈസാണ് കേട്ടോ. അപ്പോൾ രാവിലെ ചേച്ചിയും ഭദ്രയും കൊണ്ടുപോയതിൻ്റെ ബാക്കിയുണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഉച്ചയ്ക്ക് അതെടുക്കാം എന്നാണ് പ്ലാന്. പിന്നെ ഇന്നലത്തെ ചിക്കൻ ഫ്രൈ ഉണ്ട്, നമ്മുടെ സലാഡുണ്ട്. ഇതെന്തുവാ ഇത് മുട്ട ഇങ്ങനെ ഇത് നമ്മുടെ മെഴുക്കുവരട്ടി പോലെ വെച്ചതാണ്. അപ്പോൾ അതൊക്കെയുണ്ട്. അപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറിയൊക്കെ അമ്മ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്കതൊക്കെ മതി. പിന്നെ അമ്മയ്ക്ക് ഇതൊന്നും താല്പര്യമില്ല, അതുകൊണ്ട് അമ്മ കഞ്ഞി എന്തെങ്കിലും വെക്കാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ അത് രാത്രിയും കഞ്ഞി എടുക്കാമല്ലോ. അപ്പോൾ ചേട്ടൻ ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരും അഡ്ജസ്റ്റ്മെൻ്റാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കിതൊക്കെ ഇഷ്ടമാണ്, കഞ്ഞി കാപ്പിയൊക്കെ നൈറ്റ് കുടിക്കാനൊക്കെ ഇഷ്ടമാണ്. എന്തെങ്കിലും ദോശ അങ്ങനെയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. ചേട്ടന് ചോറ് വേണമെന്ന് നിർബന്ധമുണ്ട് കേട്ടോ. ചേട്ടന് ഒരുപാട് കറികളൊന്നും അങ്ങനെ വേണ്ട, എന്തെങ്കിലും 1-2 കറികൾ മാത്രം മതി. പക്ഷേ ചോറ് വേണമെന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല ആർക്കും. കാപ്പിയോ എന്തായാലും കഞ്ഞി എന്തെങ്കിലുമൊക്കെ കഴിച്ചോളും കേട്ടോ. ഇത് നിൽക്കുവാണ് കേട്ടോ ഈ വീഡിയോ എടുത്തു തന്നത്. അവൾ എന്ത് നന്നായിട്ട് എടുത്തു തന്നെന്നൊക്കെ മുന്നേ എനിക്ക് വേറെ വീഡിയോ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഞാൻ ഇട്ടിട്ടില്ല. അതിൽ ഞാൻ ഡാൻസ് ഒക്കെ കളിക്കുന്നതുകൊണ്ട് ഞാനങ്ങ് ഇട്ടില്ല കേട്ടോ. ഇത് കറക്റ്റായിട്ട് അവൾ എടുത്ത് തന്നിട്ടുണ്ട്. 2 വയസ്സാണ്, 2 വയസ്സാവുന്നേ ഉള്ളൂ സാധനത്തിന്. ഇത് നന്നായിട്ട് വീഡിയോ പിടിക്കുന്നത് നോക്കിയേ.
അപ്പോൾ ഇതേ ഞങ്ങൾ വീണ്ടും മേളിൽ കയറി വന്ന് എന്നിട്ട് പിന്നെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ പരിപാടി. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇനി കുറച്ച് വട്ടമുണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പരിപാടി. ഇപ്പം മെയിൻ പരിപാടി എന്ന് വെച്ചാൽ സ്വയം എൻ്റർടൈൻ ചെയ്യിക്കുക, നിക്കുവിനെ എൻ്റർടൈൻ ചെയ്യിക്കുക, ഇതൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ പരിപാടി. അപ്പോൾ നിക്കുവിന് ഇതൊക്കെ ഇഷ്ടമാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും ഒക്കെ എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഇത് തന്നെ പരിപാടി. അപ്പോൾ നിക്കുവിൻ്റെ കലാപരിപാടികളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു സമയമാകുമ്പോൾ ഞാൻ നിൽക്കും കൂടെ അങ്ങോട്ട് ഇറങ്ങി കളിക്കും. ഇതൊക്കെ തന്നെ, വേറെ പരിപാടിയൊന്നും ഇവിടെ ഇല്ലല്ലോ. നേരത്തെ പറഞ്ഞ പോലെ കുക്കിംഗ് എല്ലാം അമ്മയാണ്. അപ്പോൾ ഉച്ച ആയപ്പോഴത്തേനും ഞാൻ പിന്നെ ആ റൈസ്, അത് പ്ലെയിൻ റൈസാണ് കേട്ടോ. ഞാൻ സാധാരണ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടാണ് കൊടുക്കാറ്. പക്ഷേ ഞാൻ അങ്ങനെ തന്നെ കൊടുത്തു കേട്ടോ. അവൾക്ക് ഉറക്കമൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കൊടുത്തു. മുട്ട എടുത്ത് വെച്ചേക്കണം കേട്ടോ. അതിലുള്ള മസാലയൊക്കെ ആ എരിവൊക്കെ നക്കി തിന്നുന്നതാണ് കേട്ടോ. അല്ലാണ്ട് മുട്ട കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ട് കുറച്ചൊക്കെ അകത്താക്കിയിട്ടുണ്ട്. ഇങ്ങനെ തൊട്ട് നക്കിയൊക്കെ ഇരിക്കുന്നതാണ് ഇഷ്ടം. ആർക്കൊന്നും നേരെ ചെറിയ കഴിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ റൈസ് തന്നെ എടുത്ത് തലേദിവസത്തെ ചിക്കൻ കറിയും എടുത്ത് കുറച്ച് സലാഡും എടുത്ത് കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തലേദിവസത്തെ ചിക്കനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. അപ്പോൾ നിക്കുവിൻ്റെ കാർട്ടൂൺ അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആൾ അവിടെ കാണൂല. കാരണം അവൾക്ക് അവിടെ അത് പ്ലേ ചെയ്തുകൊണ്ടിരുന്നാൽ മതി, കാണണമെന്ന് ഒരു നിർബന്ധമില്ല. ആൾ വേറെ എവിടെയെങ്കിലും കാണും. ഇപ്പോൾ നോക്കിയതേ കണ്ടോ, കളിപ്പാട്ടമൊക്കെ അവിടെ എടുത്ത് തട്ടെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് തട്ടിപ്പിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ബാഗ് കണ്ടില്ലേ, നമ്മളുടെ ടോയ്സൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ച ബാഗാണ് കേട്ടോ. നല്ലതാണ് കേട്ടോ. ഇതെല്ലാം ഒതുങ്ങി ഒരിടത്തിരിക്കും. ഇങ്ങനെ വലിച്ചു വാരി നമുക്ക് ഇടേണ്ട, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കവറുകളിലൊക്കെ ഇട്ട് വെക്കുമ്പോഴത്തേനും ഒരു ബോറായിട്ട് തോന്നത്തില്ലേ. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. നല്ല രസമുണ്ട്, നല്ലൊരു ലുക്കുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ പോട്ടിയും ഞാൻ ഓൺലൈനായിട്ട് മീഷോന്നോ ഫ്ലിപ്കാർട്ടിന്നോ എന്തോ ആണ് മേടിച്ചത് കേട്ടോ. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. രണ്ടും നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ ഉള്ളത്. ഇച്ചിരി വിലയൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. അപ്പോൾ നല്ല യൂസ്ഫുള്ളുമാണ്. ഇത് രണ്ടും എനിക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് മേടിക്കാമല്ലോ. അപ്പോൾ അമ്മ കഞ്ഞിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഞ്ഞി പറയുമ്പോൾ നല്ല പയറും കുറച്ച് ഉലുവയും ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ട് നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ നൈറ്റ് നമ്മൾ എല്ലാവരും ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. അമ്മ ഉച്ചയ്ക്കും ഇതാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ ബൈ.